ഇന്നത്തെ എൻ്റെ റെസിപ്പി നമുക്ക് ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ടാണ്. കുറച്ച് ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ്. അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഡെസേർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പാനിൽ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തു. നമുക്ക് മെയിനായിട്ട് വേണ്ടത് റവയാണ്. റവ ആ നെയ്യിൽ നല്ല വറുത്തെടുക്കണം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറക്കാൻ, കരിഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ ഈ ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് റവയും പാലുമാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ റവയൊന്ന് കുറച്ച് നല്ല മൂത്ത് വരുമ്പോഴത്തേന് ഞാൻ പാൽപ്പൊടി 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ റവയുടെ കൂടെ ചേർത്ത് ഞാൻ ചെറുതായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റവയ്ക്കാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. റവയും പാൽപ്പൊടിയും നല്ല ചൂടായതിന് ശേഷം നമുക്കിതിനകത്ത് പാലൊഴിച്ച് കൊടുക്കണം. പാലൊഴിച്ച് കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നമുക്കൊരു ചെറുതായിട്ട് ബോളായിട്ട് ഉരുട്ടുന്ന പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം. ഇത് ഇപ്പോൾ പാലിൽ നല്ല റവ കിടന്ന് വേവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് നല്ല ഇങ്ങനെ ബോളായിട്ട് ഉരുട്ടിയെടുക്കാനുള്ള പരുവമായിട്ടുണ്ട്. നമുക്ക് 1/2 ലിറ്റർ പാല് തിളപ്പിച്ചെടുക്കണം. നമ്മളിവിടെ ബോളാക്കി വെച്ച റവ ഇത് ഈ പാലിനകത്തിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ. പാല് തിളച്ച് വരുന്ന സമയം നമുക്ക് കുറച്ച് ഏലക്കാട പൊടിയും കൂടെ ഈ പാലിനകത്തിട്ട് മിക്സ് ചെയ്യണം. അപ്പം നല്ലൊരു മണമൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വനില എസൻസോ ഏത് എസൻസ് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. ഈ ഡെസേർട്ട് ഉണ്ടാക്കാൻ ഞാൻ ഷുഗറല്ല യൂസ് ചെയ്യുന്നത്, കണ്ടൻസ് മിൽക്കാണ്. കണ്ടൻസ് മിൽക്ക് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. കണ്ടൻസ് മിൽക്ക് ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ ഈ പാലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മളാണെങ്കിൽ ഇവിടെ ഉരുട്ടി വെച്ചേക്കുന്ന റവയുടെ ബോൾ ഈ പാലിനകത്ത് ഇട്ട് കൊടുക്കണം. ഈ സൈസിൽ, ചെറിയ സൈസിൽ വേണം നമുക്ക് റവയുടെ ബോൾ ഉണ്ടാക്കാൻ. വലിയ സൈസാകുമ്പോൾ അത്ര ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ ഈ റവയും പാലും കണ്ടൻസ് മിൽക്കും നമ്മളുടെ ഏലക്കായും ഇത്ര സാധനമേ ഉള്ളൂ. ഇത്രയും കൊണ്ടാണ് നമ്മളൊരു ഡെസേർട്ട് ഉണ്ടാക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഗുലാബ് ജാമില്ലേ, ഗുലാബ് ജാം ഉണ്ടാക്കുന്നതിന് പകരം ഇതുണ്ടാക്കിയ ഒരു അടിപൊളിയായിരിക്കും. പിന്നെ ഞാൻ ഈ പാലൊന്ന് കുറച്ചുകൂടെ തിക്നെസ് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കസ്റ്റേർഡ് പൗഡർ കൂടുതലാകാൻ പാടില്ല, അപ്പം ഈ പാല് ഒത്തിരി തിക്കായി പോവും. ഇതിപ്പം ആവശ്യത്തിനുള്ള തിക്നെസ്സും ഉണ്ട്, എങ്കിൽ ലൂസായിട്ടുള്ള ഇതുമല്ല. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ കസ്റ്റേർഡ് പൗഡർ യൂസ് ചെയ്യാൻ. അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ് ഇത്. നമുക്ക് തണുപ്പിച്ച് വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.